ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണല്ലോ. ആ സമയത്ത് അവിടുത്തെ വലിയ ഓഫീസർ വെച്ച് വന്ന് ചോദിക്കുകയാണ്, ആരാണ് ഈ കുട്ടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാറിന് ഈ കുട്ടിയെ ഓർമ്മയില്ലേ സാറേ, അന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി കൊടുത്തില്ലേ, ഒരു സുധീഷ് നിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ്സുകാരൻ്റെ മോളും അതായത് ഒരു ടാക്സി ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള ഒരാളെ രണ്ടിനും കൂടി നമ്മുടെ കല്യാണം നടത്തി കൊടുത്തില്ലേ, അവരാണ് ഇവർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ആ കുട്ടിയാണോ ഇത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഓഫീസർ. അതെ, ആ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എനിക്ക് മുഖം അങ്ങോട്ട് വ്യക്തമാകുന്നില്ല കേട്ടോ. ഏതായാലും എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ എന്നൊക്കെയാണ് ചോദിച്ചപ്പോഴേക്കും, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഭർത്താവിന് സുഖം തന്നെയല്ലേ? സുധീഷിന് കുഴപ്പമൊന്നുമില്ല സാറേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പോലീസ് പറയാണ്, അതെ സാറേ, ഇപ്പോൾ ഈ കുട്ടി വന്നിരിക്കുന്നത് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ടാ. ഡിവോഴ്സോ? അതെന്തു പറ്റിയടോ? കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ, അതിനു മുമ്പ് ഡിവോഴ്സോ? അതെന്താ അങ്ങനെ ഡിവോഴ്സോ അങ്ങനെയുള്ള കാരണം എന്നൊക്കെ എന്നെ ചോദിക്കാം. അയ്യോ സാറേ, അത് പിന്നെ സെറ്റാവുന്നില്ല സാറേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല, അതുകൊണ്ടാണ്. അതാ ഞാൻ ചോദിച്ചത്, എന്താണ് കാര്യമെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? സുധീഷ് തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, സുധീഷ് തന്നെ തല്ലുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ സാറേ അങ്ങനെയൊന്നും ഇല്ല സാറേ എന്ന് നിധി പറയാം. പിന്നെ എന്താ കുഴപ്പം, എന്താണ് തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ സാറേ പറയുന്നത് സത്യം തന്നെയാണ്, ഞങ്ങൾക്ക് ഇവിടെ സെറ്റ് ആവില്ല. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ പോലീസാണെങ്കിൽ, അതെ ഈ കുട്ടി പറയുന്നത് സാറേ ഈ കുട്ടിക്ക് ഡിവോഴ്സ് വേണമെന്ന്, പക്ഷേ ഈ കുട്ടിയുടെ ഭർത്താവിന് ഡിവോഴ്സ് വേണ്ട എന്നാണ് പറയുന്നത്. ഇത് കേട്ട നിധി ഞെട്ടിപ്പോവാണ്. ഇതെന്തൊക്കെയാണ് ദൈവമേ കേൾക്കുന്നത്? അപ്പോൾ ഭർത്താവിന് ഡിവോഴ്സ് വേണ്ട, അപ്പോൾ കുട്ടി നിങ്ങൾക്കാണ് ഡിവോഴ്സ് വേണ്ടല്ലേ? ഇതൊക്കെ എവിടത്തെ ന്യായമാണ് കുട്ടി? കുടുംബജീവിതം തുടങ്ങിയതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അല്ലെങ്കിലും ഡിവോഴ്സ് വേണമെന്നുള്ള കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്? നിങ്ങൾ പോവേണ്ടത് കോടതിയിലേക്കല്ലേ, അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട നിധിയാണെങ്കിൽ, അയ്യോ സാറേ കോടതിയിലേക്കാണ് പോയത്, പക്ഷേ ആദ്യം ഞങ്ങൾ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തതാണ്, പക്ഷേ ആ സമയത്തും ഈ സാറ് വന്ന് അത് മുടക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഡിവോഴ്സിന് വേണ്ടി പോയി ഈ സാറ് വിളിച്ച് ഡിവോഴ്സ് എന്തിനാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ പൊന്നു സാറേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CI ആണെങ്കിൽ പോലീസുകാരോട് ചോദിക്കണം, അത് ആണോടോ? എവിടെ താനെന്തിനാണോ ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? അവർ ജീവിക്കാതിരിക്കുക എന്ത് വേണേലും ചെയ്യട്ടെ. ഡിവോഴ്സ് നടക്കാത്തതൊക്കെ അത് അവരുടെ പേഴ്സണലായ കാര്യമല്ലേ. താൻ പോലീസുകാരുടെ ജോലി മാത്രം നോക്കിയാൽ പോരെ, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ എൻ്റെ പൊന്നു സാറേ, ഇവരുടെ ഭർത്താവ് സുധീഷില്ലേ, സുധീഷ് എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു, എന്നിട്ട് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, ഈ ഡിവോഴ്സിന് എനിക്ക് താല്പര്യമില്ല, എങ്ങനെയെങ്കിലും നിധിയുടെ മനസ്സ് മാറ്റി കൊടുക്കണം, എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നൊക്കെയാണ് ഈ കുട്ടിയുടെ ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞത്. ഇത് കേട്ട പോലീസ് അവിടെ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, കുട്ടി പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ആ രണ്ടുപേരും കൂടെ അത് സംസാരിക്കേ, എന്നിട്ടാവും ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ CI അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നിധി ഈ പോലീസിനോട് ചോദിക്കുകയാണ്, സാറ് പറഞ്ഞ സത്യം തന്നെയാണോ? സുധീഷ് സാറെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അതേ കുട്ടി, സുധീഷ് എന്നെ കാണാൻ വേണ്ടി വന്നു, എന്നിട്ടേ സുധീഷിനൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു ഡിവോഴ്സിന്. കുട്ടിയാണ് ഇതിന് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് കരഞ്ഞു, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പിന്മാറ്റി തരണമെന്ന് വരെ പറഞ്ഞു എന്നോട്. പാവം സുധീഷ്, അയാൾക്കേ നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, പ്രണയം മാത്രമേ ഉള്ളൂ, നിങ്ങളല്ലേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്, എന്തിനിപ്പോൾ ഡിവോഴ്സൊക്കെ, അതങ്ങോട്ട് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറേ ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സാറേ, ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നു, പക്ഷെ എങ്ങനെയാ സാറേ, എൻ്റെ ഒരു പ്രൂഫ് പോലും ഇല്ലാതെ ഇവിടെ കല്യാണം നടക്കുമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, നിധി എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ പ്രൂഫ് ഉണ്ടല്ലോ സുധീഷേ, നിങ്ങളുടെ ആധാർ കാർഡ് തന്നായിരുന്നു, ആ ആധാർ കാർഡ് വെച്ചല്ലേ നിങ്ങളുടെ കല്യാണം നടന്നത്. നിധിയുടെ ആധാറിൻ്റെ സകല ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു, അങ്ങനെയാണ് ഈ കല്യാണം നടക്കാനുള്ള കാരണവും. ഇത് കേട്ടപ്പോഴേക്കും, ആധാർ കാർഡോ? അതേന്നേ, അല്ലാതെ ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രൂഫും ഇല്ലാതെ ഒരിടത്തും ഒരു കല്യാണവും നടക്കില്ല, പ്രൂഫ് കിട്ടിയത് കൊണ്ടാണ് ഈ സ്റ്റേഷനിൽ വെച്ച് തന്നെ കല്യാണം നടക്കാനുള്ളത് കാരണവും. ഇത് കേട്ട നിധി ഭയങ്കരമായിട്ട് ഷോക്കാവുക, വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് മുഴുവനും കേട്ടത് മുഴുവനൊക്കെ സത്യമാണല്ലേ? അതേന്നേ, സത്യം തന്നെയാ. ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അവിടെ നിന്ന് ഇറങ്ങാം.
ഇറങ്ങിക്കഴിയുമ്പോഴും സുധീഷിനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. അന്ന് സ്റ്റേഷനിലേക്ക് ഓടി വന്നതും അവിടെ വെച്ച് കല്യാണം നടന്നതും മാലയിട്ടതും പെട്ടെന്ന് തന്നെ ഇതിലൊന്ന് സൈൻ ചെയ്തോ, ഇതൊരു ഫേക്ക് കല്യാണമല്ലേ, അതൊന്നും കാര്യമാക്കണ്ട, നമുക്കിവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനൊരു സൈൻ ചെയ്താലേ ശരിയാവുള്ളൂ. അതിനുശേഷം അച്ഛൻ വരുന്നതും കുടുംബക്കാർ വരുന്നതും അവരുടെ മുന്നിൽ ഒരുപാട് ഷോ കാണിച്ചതും അതിനുശേഷം നിധിയെ കൊണ്ട് സുധീഷ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും അങ്ങനത്തായ സകല കാര്യങ്ങളും സുധീഷിന് പറയുന്ന ഓരോരോ കാര്യങ്ങളും നിധി അവിടെ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അങ്ങനെ ആധാറിൻ്റെ കാര്യം എന്താ ഇത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല നിധി, ഇതൊക്കെ ഒരു ഫേക്ക് കല്യാണമല്ലേ, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മളങ്ങനെ ചെയ്തത്, ഇത് നമ്മൾ തന്നെ ഭാര്യയും ഭർത്താവായിട്ട് ചുമ്മാ അവരുടെ മുന്നിൽ അഭിനയിക്കുന്നതല്ലേ ഉള്ളൂ, റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സുധീഷ് പച്ച കള്ളം പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിധി അവിടെ ഒരു നിമിഷം ആലോചിച്ച് വഴി കൂടി ഇങ്ങനെ നടക്കുക. നിധിക്ക് ഭയങ്കര സങ്കടം തോന്നിക്കുക, കരച്ചിൽ വരികയാണ്. കാരണം താൻ അത്രയും വിശ്വസിച്ച ഒരാൾ തന്നെ ചതിച്ചല്ലോ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, കാരണം അപ്പം തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് കല്യാണം കഴിക്കാനാണെന്ന് നിധിക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ ബാക്കിൽ നിന്ന് ഹോണടി കേൾക്കുക. നിധി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിയുടെ ഓഫീസിലെ സാറ് വന്നിങ്ങനെ നിൽക്കുക. എന്ന് കഴിഞ്ഞപ്പോഴേക്കും നിധി താൻ ആൾ കൊള്ളാട്ടോ, ഇറങ്ങും എന്നെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്, വാ വണ്ടിയിലേക്ക് കയറ്. അയ്യോ കുഴപ്പമില്ല, ഞാൻ ബസ്സിന് പോയിക്കോളാം. അയ്യോ ബസ്സിന് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടിയിലേക്ക് കയറ്, ഞാനും അങ്ങോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് താൻ വണ്ടിയിലേക്ക് കയറിടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിധി വണ്ടിയിലേക്ക് കയറുക. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും താനെന്താടാ വിളിക്കാതിരുന്നത്, താൻ വിളിച്ചില്ലല്ലോ, അല്ല അപ്പോൾ ഇവിടെ സൈറ്റിലൊന്നും പോകണ്ടേ, അതൊക്കെ ഞാൻ പോയി, എല്ലാം കഴിഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പോഴല്ലേ തന്നെ കണ്ടത്, പിന്നെ തന്നെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ ഫോൺ എടുത്തില്ല. എടോ താനെന്താടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, തന്നെ ഞാൻ വിളിച്ചായിരുന്നു എന്ന്. ആണോ, ചിലപ്പോൾ ഫോൺ സൈലൻ്റ് ആയിട്ടുണ്ടാവും, എങ്കിൽ പിന്നെ നമുക്ക് പുറപ്പെട്ടാലോ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോവാ. പക്ഷേ നിധി വേറെ ഏതോ ലോകത്താണ്, വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക നിധി. അപ്പോൾ നിധിയുടെ ആലോചനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താടോ താൻ ഭയങ്കര ഗാഢമായി ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ, എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ, അതെ ഞാനിപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ താനേ ഉറപ്പായിട്ടും ബസ്സിൽ കയറി വളരെയേറെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യേണ്ടി വന്നാനായിരുന്നു. തനിക്ക് വേണ്ടി തന്നെയാണ് ജോലിയെല്ലാം മാറ്റി വെച്ച് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ നിധി അതൊന്നും കേൾക്കുന്നുമില്ല. എടോ ഞാൻ പറയുന്നത് പോലെ താൻ കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ഇതാ പറയുന്നത്. അതെ, തനിക്ക് വേണ്ടി ജോലിയോടെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ തന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന്. അയ്യോ അതൊന്നും വേണ്ടായിരുന്നല്ലോ, ഞാൻ ബസ്സിന് പോകുമായിരുന്നല്ലോ. ബസ്സിന് പോയാൽ ഒരുപാട് കഷ്ടപ്പെടണ്ടേ? എനിക്കങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ എന്നും ബസ്സിന് യാത്ര ചെയ്യുന്നല്ലേ, അതുകൊണ്ട് അതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നും നിധി പറയുകയാണ്. ശരിയെന്നും പറയുകയാണ്. ഈ സമയം തന്നെ സുധീഷ്, നികേഷ്, ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഡെക്കറേഷനൊക്കെ ചെയ്യുക, ബലൂനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കുക, തോരണമൊക്കെ തൂക്കുകയാണ്. താനിതാൾ കൊള്ളാലോടോ എന്നിങ്ങനെ ഹരീഷ് ചോദിക്കുകയാണ്. എൻ്റെ പെണ്ണിന് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് നിധി ഞെട്ടണം. നിധി അപ്പോൾ മനസ്സിൽ ചിന്തിക്കണം, ഇതുവരെ ഇങ്ങനൊരു ആഘോഷം എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന്. എടോ ഒരുപാട് വളിപ്പ് സംസാരിക്കല്ലേടോ. ഇങ്ങനൊരിത് ഉണ്ടായിട്ടില്ല പോലും. അവരെ ജനിച്ചതേ വലിയൊരു വീട്ടില, ഇതിനേക്കാളും അതിഗംഭീരമായ ആഘോഷങ്ങളായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. പിന്നെ തൻ്റെ ഈ തൂക്കട തോരണം, പിന്നെ കുറച്ച് ബലൂണുകൾ തൂക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളൊരു ചിന്തയാണ് തൻ്റെ മനസ്സിൽ. ഒന്ന് പോടോ സുധീഷേട്ടാ എന്ന് ഹരീഷ് പറയാണ്. എടാ നിനക്കൊക്കെ കുശുമ്പാടാ, ഞാൻ ഇത് ചെയ്തതിൻ്റെ കുശുമ്പ്. ഇനിയും ഞാൻ ഇവർക്കൊക്കെ ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ പോവാ. സർപ്രൈസ് കൊണ്ട് നിധിയെ ഞാൻ അങ്ങോട്ട് ഞെട്ടിക്കും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. നീ കണ്ടോടാ ഹരീഷേ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഭയങ്കര ഡയലോഗ് അടിക്കുക. അങ്ങനെയല്ല അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു നമ്മുടെ നിധിയുടെ വണ്ടി. അപ്പോൾ ദേ കാർ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. നിധി ഏതായാലും ടാക്സി വിളിച്ചിട്ട് വരികയായിരിക്കും. അങ്ങനെ നിധി വീടെത്തി കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ബോസ് പറയുകയാണെങ്കിൽ പിന്നെ നിധി ഇറങ്ങിക്കോ, ഞാൻ പോവുകയാണ്. അയ്യോ അതങ്ങനെ ഇവിടം വരെ വന്നിട്ട് ഒന്ന് ഇറങ്ങാതെ പോകുന്നത് ശരിയാണോ? അതൊന്നും സാരമില്ല, താൻ പോയിക്കോ. സാരമില്ലെന്നേ, അകത്തേക്ക് കയറി വാ. പക്ഷേ നിധി അപ്പോഴും ഭയങ്കര ടെൻഷനില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇയാളെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധീഷിന് കലി വരികയാണ്. ഇവനാരടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സുഭാഷ് പറയാണ്, ഇതേ നിധിയുടെ
ഓഫീസിലെ സാറാണ്, ഓണറാണ് എന്ന് പറയണം. അപ്പം അച്ഛൻ ഞെട്ടിപ്പോണേ, ഓഫീസിലെ സാറാണോ? പിന്നെ സാറേ ഇതെൻ്റെ അച്ഛനാണെന്ന് പറയണം. അങ്ങനെ അച്ഛനെ പരിചയപ്പെടുത്തി ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഇരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുൾ അങ്ങോട്ട് നോക്കുക. നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിധിയുടെ മുഖം ഒന്നും തെളിഞ്ഞിട്ടുമില്ല. അപ്പോൾ സുധീഷ് നികേഷിനോട് പറയണ്ട, എടാ ഇതെല്ലാം കിട്ടിയതൊക്കെ ഞാനാണെന്ന് പറയടാ, പറയടാ ഞാനാണെന്ന് പറയാൻ. അതെ ഇതെല്ലാം സുധീഷേട്ടൻ്റെ പ്ലാനാണ് കേട്ടോ. ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്തത് സുധീഷേട്ടൻ മാത്രമാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എടാ ഒന്ന് പോടാ, എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേടാ എന്ന് സുധീഷും പറയാണ്. ഇതെല്ലാം കണ്ടപ്പോഴും നിധിക്ക് അതൊന്നും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിധി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നിധി തുറപ്പിച്ച് സുധീഷിനെ നോക്കുക. അപ്പം ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സുധീഷ് മേടിച്ചു. എൻ്റെ ദൈവമേ, മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. ഇതെന്താ എന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത്? ഇത് വല്ലാത്തൊരവസ്ഥയിൽ നോക്കുന്നതല്ലോ, എന്താണാവോ സംഗതി? അങ്ങനെ സുഭാഷ് പറയണം, അതെ ഞാനേ കുറച്ച് പായസം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും നികേഷ്, അയ്യേ ചേട്ടാ അത് രാവിലെ ഉണ്ടാക്കിയതല്ലേ, അതിപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാട്ടാ? അതെ എടാ സുധീഷ് ഡെക്കറേഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേ ഞാൻ കുറച്ചും കൂടി പായസം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ വകയുണ്ട് സർപ്രൈസ്, പിന്നെ അല്ലാതെ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം പായസം എന്നും പറഞ്ഞുകൊണ്ട് പായസം എടുക്കാനായിട്ട് പോവുകയാണ്. സുധീഷാണെങ്കിൽ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിധി നോക്കുന്നില്ല. കുറേ നേരം വിളിച്ചു, പക്ഷെ നിധി നോക്കുന്നില്ല. ഇതെന്താ നോക്കാത്തത്? ഭയങ്കര കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ സുധീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ സുഭാഷ് എല്ലാവർക്കുള്ള പായസം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം നിധിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്ത് പറയാം, എനിക്ക് വേണ്ട ഏട്ടാ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. സാരില്ല, കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കുട്ടി തന്നെ ആദ്യം എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നിധിക്ക് വാശി കൂടി നിധിയുടെ കയ്യിലേക്ക് പായസം കൊടുക്കുക. അതിനുശേഷം നിധിയുടെ ബോസിൻ്റെ കയ്യിലേക്കും പായസം കൊടുക്കണമെന്ന്, പായസം കുടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും, അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിലിരിക്കുന്നുണ്ട്, അപ്പോൾ നിധി എനിക്കും തരും പായസം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ നമ്മുടെ സുഭാഷാണ് അവിടെ പായസം കൊണ്ട് കൊടുത്തത്. എടാ സുധീഷ് എന്നാടാ പായസം? കിടിക്കടാ, ചുമ്മാ കിടന്ന് നമ്പർ അടിക്കാതെ, നീ പായസം കുടിച്ചിട്ടുണ്ടേ. അങ്ങനെ പായസം എടുത്ത് കുടിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം നമ്മുടെ ബോസ് അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, അതെ എങ്കിൽ പിന്നെ ഞാൻ പോവാണേ, നിധി ഒരിക്കൽ കൂടിയേ പിറന്നാൾ ആശംസകൾ എന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ നികേഷൊക്കെ പറയണ നല്ല ചുള്ളൻ ചെറുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എടാ നികേഷ് നിർത്തിടാ എന്ന് സുധീഷ് പറയുകയാണ്. അങ്ങനെ ആ ഒരു രീതി കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ നിധിയുടെ മുഖം വല്ലാതെ ചുവന്ന് തുടുത്ത് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്, ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഇവർ എല്ലാവരോടും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്. അങ്ങനെ എന്ത് പറ്റി മോളെ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിധി ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ച് അവിടെ നിന്ന് പോവാ. അപ്പോൾ സുധീഷാണെങ്കിൽ പിന്നാലെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കട്ടെ, സുധീഷേ അവിടെ നിന്നേ, അവൾക്ക് മൂഡ് ശരിയില്ലെന്ന് തോന്നുന്നു, ജോലി ഭാരമായിരിക്കും, ഒരുപാട് ജോലി ചെയ്തിട്ട് വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് വേണ്ട അവളെ ശല്യപ്പെടുത്തണ്ട, അവൾ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശരിയെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് വീണ്ടും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ നിധി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നികേഷിൻ്റെ മുന്നിൽ സുധീഷാണെങ്കിൽ മാജിക് കാണിക്കുക, വായെന്ന് ഒരു റിബൺ വലിച്ചെടുക്കുന്ന ആ ഒരു മാജിക് കാണിക്കണം. എങ്ങനെയുണ്ട്? അടിപൊളി ഇനി മേലെ മാജിക് ഒന്നും കാണിക്കണ്ടേ നിധി? എങ്ങനെയുണ്ട് നിധി എൻ്റെ മാജിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് സുധീഷ്. പക്ഷേ നിധി അവിടെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേ നോക്കുമ്പോഴേക്കും നമ്മുടെ ഹരീഷ് നീതുവിനെയും കൊണ്ട് വരിക. അപ്പം നീതുവിനെയും കൊണ്ട് ഹരീഷ് വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് നോക്കിയടാ, പിന്നെ ആൾ കൊള്ളാലോ. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് നിധി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അയ്യോടാ എന്തിനായിരുന്നു മോളെ ഇതൊക്കെ മേടിച്ചത്? അതൊന്നും ആവശ്യമില്ലല്ലോ, എനിക്ക് പറ്റുന്ന ചെറിയൊരു സമ്മാനം. നികേഷ്, ചെറിയൊരു സമ്മാനം അല്ലല്ലോ, ഇത് വലിയൊരു സമ്മാനം തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും പായസം കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പായസം കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ പായസമൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ, അതേ മോളെ ഇങ്ങോട്ട് വന്നെന്നും മോളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വഴക്ക് പറയില്ലേ, നല്ലത് കിട്ടൂലേ ചോദിച്ചു കഴിയുമ്പോഴേക്കും അതൊക്കെ കിട്ടും, അതൊക്കെ സ്ഥിരം ഏർപ്പാടുള്ളതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഒരടി കിട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ എന്ന് പറയണം. എന്നാലും അങ്ങനെയല്ല മോളിങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഞങ്ങൾ കാരണം മോളെ എന്തോരടി മേടിച്ച് കൂട്ടുന്നുണ്ട്. എല്ലാം ഈ ഹരീഷിന് വേണ്ടിയല്ലേ, ഹരീഷിന് വേണ്ടി തല്ല് വാങ്ങി എനിക്കതൊരു ശീലമായെന്നേ, അവന് വേണ്ടി തല്ല് മേടിച്ച് അതൊരു ശീലമായെന്നൊക്കെ ഈ നീതു പറയാണ്. ഇനി അതങ്ങോട്ട് ഇപ്പോൾ ഒരു തല്ല് കൊണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഞാനും ഓക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് വരുന്നു ആ ഒരു ചാന്ദിനിയും ഒരു കസിനും കൂടി വരികയാണ്. അപ്പോൾ ചാന്ദിനി കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ആരാ വന്നിരിക്കുന്നത്, വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ചാന്ദിനി ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് നമ്മുടെ നിധിക്ക് കൊടുക്കുകയാണ്.
പിറന്നാൾ ആശംസകൾ എന്നൊരു ബുദ്ധിമുട്ടിയ രീതിയിൽ ഇങ്ങനെ പറയുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അത് കലക്കി. അപ്പോൾ ചാന്ദിനി ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചാന്ദിനിയോട് ഇരിക്കാൻ പറയണേ, ചാന്ദിനിക്കും പായസം കൊടുക്കുക. അപ്പോൾ നമ്മുടെ നികേഷ് ആണെങ്കിലും ഇതൊക്കെ കുലുക്കി നോക്കണത് കുലുങ്ങുന്നുണ്ടല്ലോ. അത് ശരി, അപ്പോൾ എല്ലാവരും ഗേൾ ഫ്രണ്ടും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ആവട്ടെ ഞാനൊരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരാം. എടാ ഒന്നും മിണ്ടാതിരിക്കടാ. അതെ, ചാന്ദിനി എൻ്റെ അനിയത്തിക്കുട്ടിയെ പോലെയാണ്. ആണോ? ആ അതെ, എനിക്ക് ചാന്ദിനി അനിയത്തിക്കുട്ടിയെ പോലെയാണെന്നും പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചാന്ദിനി പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാണേ. അപ്പോൾ നീതുവാണെങ്കിൽ എന്നാൽ ഞാനും ഇറങ്ങാം. എനിക്ക് ഹരീഷ് എന്നാൽ പിന്നെ ഞാൻ കൊണ്ടാക്കി തന്നാൽ പോരെ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അയ്യടാ ചമ്മിപ്പോയി എല്ലാവരും കൂടി കളിയാക്കുക. അങ്ങനെ നീതുവും ചാന്ദിനിയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് അപ്പോഴും ഒരു ഉഷാറൊന്നുമില്ല. നിധി അപ്പോഴും ടെൻഷനിൽ തന്നെ ഇങ്ങ് നിൽക്കുക. എങ്ങനെയും ഈ സത്യങ്ങൾ മുഴുവനും സുധീഷിനോട് ചോദിക്കണമല്ലോ. അതിനു വേണ്ടി തന്നെ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് നിധി. ഇങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും നികേഷും കൂടി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് സുധീഷ് പറയാണ്, അതെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞു നിൽക്കുക. സർപ്രൈസിൻ്റെ അങ്ങേ അപ്പുറം സർപ്രൈസ് അല്ല, അവിടെ സർപ്രൈസ്, അങ്ങോട്ട് നോക്കിയാൽ സർപ്രൈസ്, ഇങ്ങോട്ട് നോക്കിയാൽ സർപ്രൈസ്, മൊത്തത്തിൽ സർപ്രൈസ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. പിന്നെ ഇനി ഞാനൊരു സർപ്രൈസും കൂടി കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നൈറ്റ് ഡ്രൈവ്. ഈ നിധിക്ക് നൈറ്റ് ഡ്രൈവ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു നൈറ്റ് ഡ്രൈവ് പോകാൻ പോവാ. അങ്ങ് ലോങ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഹരീഷ് അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ നൈറ്റ് ഡ്രൈവ് ലോങ് പോകാൻ പോകുന്നല്ലേ? അതേടാ, എന്താണ് നിനക്ക് ഇത്ര ചിരിക്കാൻ കാരണം? എൻ്റെ സുധീഷ് ചേട്ടാ, നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകാനാ? എടാ കൂടുതൽ കളിയാക്കുന്ന ഇങ്ങോട്ട് വേണ്ട, അത് വേണ്ട എന്നൊക്കെ പറയാണ്. എൻ്റെ കയ്യിലെ കോപ്പിയുണ്ട്, അതുകൊണ്ട് ആ കോപ്പി വെച്ച് ഞാൻ നൈറ്റ് ഡ്രൈവ് പോകും അവളെയും കൊണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ പ്രണയങ്ങൾ തുറന്നു പറയും. നിധി ഐ ലവ് യു എന്ന് ഞാൻ പറയാൻ പോവാ. അപ്പം അവൾ അറിയും ഈ സുധീഷിൻ്റെ മനസ്സിൽ എന്തോരം പ്രണയം ഉണ്ടായിരുന്നു എന്ന്. അപ്പം അവൾ മനസ്സിലാക്കും. ഇതൊക്കെ നടക്കും. കണ്ടോ, ദേ ആകാശത്തേക്ക് നോക്കിക്കണ്ടേ, എന്താ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളില്ലേ? ഓ, ഐ ലവ് യു പറയുന്ന സമയത്ത് മഴ വരുമോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടിയാണ് നക്ഷത്രം ഉണ്ടോ നോക്കിയല്ലേ. എടാ പോടാ, നീ ചുമ്മാ ശവത്തിൽ കൂത്താൻ നിൽക്കരുത്. ഞാൻ കണ്ടോ നിധിയുടെ മുന്നിൽ ഇന്നത്തോടെ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാനായിട്ട് പോവാണ്. നിങ്ങൾ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി ഒന്ന് പറയണേ, സുധീഷേ അയ്യോ എന്തോ എന്ന് പറഞ്ഞിട്ട് വിളി കേട്ടിട്ട്, അതെ എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ? പിന്നെ അല്ലാതെ ഞാൻ കൊണ്ടുപോകാമല്ലോ. എങ്കിൽ പിന്നെ ഞാനൊന്ന് ഇപ്പോൾ വരാവേ. ശരി, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോണ്ടേ. കണ്ടോടാ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞു. കണ്ടോ, അവൾക്ക് നൈറ്റ് ഡ്രൈവിന് പോകണമെന്ന്, അതും എന്നോടൊപ്പം. എടാ ഇപ്പം എങ്ങനെ എൻട്രാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. എടാ നിൻ്റെ വണ്ടിയുടെ കീ ഒന്നിങ്ങ് എടുത്തേന്ന് ചോദിച്ചപ്പോഴേക്കും നിധി പറയണം, വേണ്ട കീ വേണ്ട, നമുക്ക് ഇതിൽ പോകാം. ആണോ? എങ്കിൽ പിന്നെ ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ പോയി കീ എടുത്തിട്ട് വരാം. കീയോ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ നിധി, വണ്ടി ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി സ്കൂട്ടറിൽ കയറുകയാണ്. അപ്പോൾ സ്കൂട്ടറിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് ചോദിക്കണം, ഞാനും കൂടി കയറിക്കോട്ടെ? കയറിക്കോ എന്ന് നിധി പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ നികേഷ് ഹരീഷിനോട് എന്താ ഏട്ടാ കാണുന്നത്? സുധീഷ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നല്ല, ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റി? കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്, പക്ഷെ വിളിച്ചത് ഏട്ടത്തിയാണല്ലോ, അതുകൊണ്ടൊരു ടെൻഷനുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവർ വണ്ടിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോഴും സുധീഷ് വാതോരാതെ ഇങ്ങനെ നിധിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. നിധിക്ക് കലി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർക്കിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ പാർക്കിൽ ഇറങ്ങിയ നിധിയാണെങ്കിൽ അങ്ങോട്ട് നോക്കി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവളെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, പക്ഷേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ തന്നെ അവളോട് തുറന്നു പറയണം. നിധി ഐ ലവ് യു. വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ഉൾക്കൊണ്ടൊന്നും വരില്ല. പിന്നെ എന്ത് പറയും? എന്തായാലും നിധിയോട് എൻ്റെ ഇഷ്ടങ്ങൾ തുറന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നിന്നൊരു വിളി, ഇതിപ്പോൾ ആരാണോ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്താ ഉദ്ദേശം എന്നോ? എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാൻ പാടില്ല. അപ്പോൾ കാരണം ഈ സുധീഷിൻ്റെ പ്രതിച്ഛായ തന്നെ വന്ന് നിൽക്കുകയാണ്. സുധീഷിനോട് പറയുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ പ്രണയേ അവളോട് തുറന്നു പറയാൻ പോകണം. എടാ ബീച്ചിൽ നാണം കെട്ടതുപോലെ നാണം കെടേണ്ടി വരുവേ?
അത് പിന്നെ അതൊന്നും അണങ്ങേണ്ടി വരില്ല. പക്ഷേ നീ ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ. നീതി നിന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ നീ അവളോടൊന്നും പറയില്ല എന്ന്. അതൊക്കെ ഞാനിപ്പോൾ മാറ്റി. ഇനി നിധി എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാൻ കാത്തിരുന്നാലേ അതങ്ങനെ നീണ്ടു പോകും. അവൾ ഒരിക്കലും എന്നോട് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയാനായിട്ട് തീരുമാനിച്ചു. ഇനിയിപ്പോൾ നിധി നിന്റെ മനസ്സിലെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ തിരിച്ചാണെങ്കിലോ ഒരിക്കലും തിരിച്ചാവില്ല. അപ്പോൾ നിധിക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിലുള്ള പ്രണയം എന്താണെന്ന്. ഏതായാലും ഞാൻ നിധിയോട് പ്രണയം തുറന്നു പറയാൻ പോവുകയാണേ. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ്. എങ്കിൽ പിന്നെ ഓൾ ദ ബെസ്റ്റ്. നീ നിൻ്റെ പ്രണയം തുറന്നു പറഞ്ഞോ. അങ്ങനെ നമ്മുടെ സുധീഷ് രണ്ടും കൽപ്പിച്ച് നിധി എന്നും പറഞ്ഞിട്ട് വിളിക്കുക. നിധി, എനിക്ക് നിധിയോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കും സുധീഷിനോടൊരു കാര്യം പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് എന്നോട് വിളിച്ച് വരുത്തിപ്പിച്ചത്. ആണോ? എങ്കിൽ പറ നിധി, സുധീഷിന് എന്താ പറയാനുള്ളത്? അത് പിന്നെ നിധി പറഞ്ഞു ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ. അങ്ങനെയൊന്നുമില്ല, സുധീഷിന് പറയാം. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് പറയണോ അല്ലേ? സുധീഷ് തന്നെ ഫസ്റ്റ് പറയണോ ഇത്? എങ്കിൽ പിന്നെ ഞാൻ പറയാം നിധി. കാരണം നിധിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പട്ടണത്തിൽ വെച്ച് തന്നെയാണ്. എൻ്റെ കാറും നിധിയുടെ കാറും മുട്ടിയില്ല എന്ന രീതിയിലായി. ആ സമയത്ത് ആഫ്രിക്കൻ കങ്കാരുമില്ലേ ഇറങ്ങി വന്ന് എന്നോട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി കൂടെ നിന്ന് സംസാരിച്ചത് അത് നിധിയാ. ഞാനല്ല തെറ്റുകാരൻ, ആഫ്രിക്കൻ കങ്കാരുവാണ് തെറ്റുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തില്ലേ. അപ്പോൾ എനിക്ക് നിധിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമായിരുന്നു. അതിനുശേഷം നിധിയെ വീണ്ടും കാണുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു നിധി. പിന്നീടും ദൈവവിധി എന്ന് പറയട്ടെ, നിധിയെ ഞാൻ കാണാനായിട്ട് ഇടയായി. നമ്മൾ വീണ്ടും അടുക്കാനായിട്ട് ഇടയായി. അതിനുശേഷം ആ ആഫ്രിക്കൻ കങ്കാരുമായിട്ടുള്ള നിധിയുടെ കല്യാണം ഉറപ്പിച്ചു. നിധിക്ക് ആ കല്യാണത്തിനോടൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ നിധിയെ കല്യാണം കഴിക്കുമെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ കല്യാണവും നടന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഇനി നിധിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് മാത്രമേ ആയിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാവരുടെ സ്നേഹവും നിധിയും എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് നിധിയോട് എന്തെന്നില്ലാത്ത ഇഷ്ടമായിരുന്നു. നിധി, ഐ ലവ് യു നിധി എന്ന് പറയുകയാണ്. അപ്പോൾ നിധി ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളെന്തൊരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നത്? ഇവൾക്ക് എന്ത് പറ്റി? ഇപ്പം നേരത്തെ അറിയാമായിരുന്നോ? ബാക്കി പറ. ഇത്രയും ആയല്ലോ, ബാക്കിയും കൂടി പറ. അതെ നിധി, എനിക്ക് ഡിവോഴ്സിന് ഒട്ടും താല്പര്യമില്ല നിധി. നിധി ഡിവോഴ്സിന് വേണ്ടി ഇറങ്ങിയെങ്കിലും അതെൻ്റെ മനസ്സ് എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയാവോ? നിധി പറഞ്ഞില്ലേ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടുമെന്ന്. അങ്ങനെ നിധിയെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല. എൻ്റെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാകില്ല നിധി. ഇത് ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ്. എനിക്ക് നിധിയെ പിരിഞ്ഞ് ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന് വേണ്ട. സുധീഷിൻ്റെ സകല മനസ്സിലുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മെഗാ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.